നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ ഒരു മുഴ മുന്നേ നീട്ടിയെറിഞ്ഞ് ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലങ്ങളായി ബി.ജെ.പി. കണക്കാക്കുന്നവ ഉൾപ്പെടെ 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥി ധാരണയായി. മുന്തിയ വിജയസാധ്യത കണക്കുകൂട്ടുന്ന നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അംഗത്തിനൊരുങ്ങുന്നത്. വട്ടിയൂർക്കാവ് വേണമെന്ന വാശി ഉപേക്ഷിച്ച് കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് നിന്ന് ജനവിധി തേടുമെന്നാണ് സൂചന. വി മുരളീധരൻ കഴക്കൂട്ടത്തും എം.ടി. രമേശ് തൃശൂരിലും മത്സരിക്കും. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ 1ാം പേരുകാരിയാണ് ശോഭാ സുരേന്ദ്രൻ. ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വരവറിയിക്കാനുള്ള മിഷൻ 2026 പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി തന്നെ ബി.ജെ.പി. തുടങ്ങി. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ പാർട്ടി നേതൃത്വം ധാരണയിലെത്തിയെന്നാണ് വിവരം. ഒ രാജഗോപാലിലൂടെ കേരള നിയമസഭയിൽ സാന്നിധ്യമറിയിച്ച നേമമണ്ഡലം വീണ്ടെടുക്കാൻ അരയും തലയും മുറുക്കി മുന്നിട്ടിറങ്ങുന്നത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ. വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് നിരവധി പേർ രംഗത്തുണ്ടെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ച മുൻ DGP ആർ ശ്രീലേഖയടക്കം വട്ടിയൂർക്കാവ് ഉന്നം വെക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് വേണമെന്ന പിടിവാശി ഉപേക്ഷിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് തന്നെ ജനവിധി തേടും. പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിലടക്കം സുരേന്ദ്രൻ ഇതിനോടകം സജീവമായി കഴിഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ഉണ്ടാക്കിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കോഴിക്കോട് നിന്ന് മാറി എം.ടി. രമേശാണ് ഇത്തവണ തൃശൂരിൽ നിന്ന് ജനവിധി തേടുക. എൻ രാധാകൃഷ്ണന് സീറ്റ് നൽകിയേക്കില്ല. പാലക്കാട്, ചെങ്ങന്നൂർ, കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രനാണ് പ്രഥമ പരിഗണന. സി കൃഷ്ണകുമാറിന്റെ പേര് നിലവിൽ പാലക്കാട്ടെ പട്ടികയിലില്ല. കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസിന് പകരം പുതുമുഖമെത്തുമെന്നാണ് വിവരം. എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSS നിലപാടും നിർണായകമാകും. തിരുവല്ലയിൽ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി സീറ്റ് ഉറപ്പിച്ചു. CPIM വിട്ടെത്തിയ മുൻ MLA S രാജേന്ദ്രൻ ദേവികുളത്തും ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് കടുത്തുരുത്തിയിലും മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ മുൻ ജില്ലാ അധ്യക്ഷൻ VK സജീവൻ രംഗത്തെത്തിയതോടെ നവ്യ ഹരിദാസിന് ഏത് സീറ്റ് നൽകണമെന്നതിൽ ചർച്ച പുരോഗമിക്കുകയാണ്. തൃപ്പൂണിത്തുറ സീറ്റിൽ മത്സരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ബി.ജെ.പി. നേതാവ് M ശിവശങ്കർ, സംവിധായകൻ മേജർ രവി, സംസ്ഥാന നേതാവ് സിന്ധുമോൾ, പ്രാദേശിക നേതാവ് ശ്രീകുട്ടൻ എന്നിവരും രംഗത്തെത്തിയിട്ടുണ്ട്. BDJSന് 5 സീറ്റ് അനുവദിക്കും. 2020ക്ക് 2 സീറ്റ് നൽകാനാണ് നിലവിലെ തീരുമാനം. കുന്നത്തുനാടിനു പുറമെ മൂവാറ്റുപുഴയും 2020ക്ക് നൽകും. കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പാറശാലയിൽ NDA സ്ഥാനാർത്ഥിയാകും. ന്യൂസ് മലയാളം, ഡൽഹി.